കോഴിത്തരായ കാരണം അവർ നോക്കി എന്നിട്ട് ഇപ്പൊ അവരുടെ വീട്ടുകാര് സപ്പോർട്ടാ. ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷൻ കട എന്താ പറയാനുള്ള റേഷൻ കടനെ പറ്റി എന്താ പറയാനുള്ളത്? അരിയൊക്കെ അരി കിട്ടും, പിന്നെ ഞാൻ ചോദിക്കണം അങ്ങനെയല്ല, റേഷൻ കട നല്ലതാണോ പൊട്ടയാണോ? ഈ ഉത്തരം പറഞ്ഞ ആളെ നമുക്ക് പരിചയപ്പെടുത്താം. ഇതാണ് ഉത്തരം പറഞ്ഞ മുതലാളി, ഇതാണ് കാശ് ഇതാത്. അപ്പൊ റേഷൻ കട നമ്മുടെ പിള്ളേരുടെ ഒരു അഭിപ്രായത്തിൽ നല്ലതാണ് എന്നാണ്. പക്ഷെ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ, റേഷൻ കട ശരിക്കും നല്ലതല്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മള് ഭയങ്കര ഒരു മോഡേൺ ചിന്താഗതിയിലേക്കും മോഡേൺ ലിവിങ് സ്റ്റൈലിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ നമ്മള് റേഷൻ കടയിൽ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഏറ്റവും വില കുറവിന് സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഷോപ്പിൽ ഇപ്പൊ ഒരു അരി ഒരു 40 രൂപ തോന്നുന്നുണ്ട്. 40 രൂപയ്ക്ക് കിട്ടുമ്പോൾ റേഷൻ കടയിൽ ചിലപ്പോൾ അത് 5 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. പക്ഷെ ആ ഒരു റേഷൻ കടയിൽ നമ്മൾ പോയിട്ട് അത് വാങ്ങുമ്പോൾ നമ്മുടെ ഒരു 2 മണിക്കൂറോ അത്ര ടൈം നമ്മൾ അതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകണമെങ്കിൽ ഏകദേശം ഒരു മാസം 1 ലക്ഷം രൂപയെങ്കിലും ശമ്പളം വേണം. നല്ല രീതിയിലാണ് നല്ലൊരു കാറൊക്കെ വാങ്ങി നല്ല രീതിയിൽ ജീവിച്ചു പോകണമെങ്കിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു റേഷൻ ഷോപ്പിലേക്ക് വേണ്ടി ഇതിനൊരു ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ദിവസത്തിലെ ഏറ്റവും നല്ലൊരു സമയം, നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി വർക്ക് ചെയ്യണ ഒരു ടൈമാണ് നമ്മളവിടെ വേസ്റ്റ് ചെയ്യുന്നത്. അത് മാത്രല്ല, ഇവര് ഗവൺമെന്റ് ആണ് നമുക്ക് ഇത്ര റേറ്റ് കുറവിലായിരിക്കും പഞ്ചസാര ആണെങ്കിൽ എന്താണ് തരുന്നത്. നമ്മളതൊക്കെ വാങ്ങിച്ച് കുറെ പേര് ഒതുങ്ങി കൂടല്ലേ ചെയ്യണത്. കാരണം ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ നാളേക്കുള്ള അരി എങ്ങനെ ഉണ്ടാക്കാൻ, അതിനുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സമയം നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നമുക്കിതൊക്കെ വെറുതെ കിട്ടണ്ടെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ചിന്തിക്കേണ്ടി വരും. ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, റേഷൻ കട ശരിക്ക് നമ്മുടെ ഒരു ജനതയെ അടിയിലേക്ക് കൊണ്ടുപോവുകയാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നി. അതെ, നമ്മള് നല്ല ഒരുപാട് സ്വപ്നം കാണാനും നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് അധ്വാനിക്കാനും പൈസക്ക് വേണ്ടിയിട്ട് നമ്മള് ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമാണ്, നമ്മുടെ ചിന്താഗതി മാറ്റാൻ തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് നാളെ നമ്മൾ വിചാരിക്കണ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതല്ല എനിക്ക് ഇന്നോട് ഞാനിങ്ങനെ ഓക്കെയാണ്, ഫുഡ് വരുന്നുണ്ട്, കംഫർട്ട് വരുന്നുണ്ട്, നമുക്ക് കുടിക്കാനുള്ള വെള്ളം, ജ്യൂസ്, സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആ ഒരു സേഫ് സോണിൽ നിൽക്കുമ്പോൾ നമ്മളെ ഒരു സേഫ് സോൺ പിടിച്ചു പോവല്ലേ. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ തീരെ പറ്റാത്ത വീട്ടിലുള്ള ആൾക്കാര്, അതായത് അവിടെയുള്ള അമ്മയ്ക്ക് പണിക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അച്ഛന് പണിക്ക് പോകാൻ പറ്റില്ല, അങ്ങനെ വയ്യാത്ത ആൾക്കാര്, അങ്ങനെയുള്ളവർക്ക് റേഷൻ കിട്ടാൻ നല്ലതാണെന്നാണല്ലേ. പക്ഷെ അത് ഗവൺമെന്റിനെ നേരിട്ട് അവർക്ക് മാത്രം, ഇപ്പൊ എല്ലാവർക്കും ഇതുപോലെ കൊടുക്കുന്നതിന് പകരം അവർക്ക് മാത്രം കുറച്ച് അധികം ഒരു സഹായം അവർക്കും. ഞാൻ പറഞ്ഞ റേഷൻ കടയിൽ റേഷൻ കൊടുക്കുന്നതിനേക്കാൾ ഭേദം അവർക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റും. പറ്റാത്തതാണല്ലോ നമ്മുടെ നാട്ടിലുള്ള വേറെ പ്രശ്നം. അത് വേറെ പ്രശ്നം. എംപ്ലോയ്മെന്റ് ആണല്ലോ നമ്മളവിടെ കൂടുതലുള്ളത്. അതെ, ഈ അൺഎംപ്ലോയ്മെന്റ് വരുമ്പോഴാണ് നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇതുപോലെ ഐഡിയ ആയിട്ട് പുറത്തേക്ക് വരുന്നത്. ഐഡിയ വരണം. നമ്മള് നമ്മുടെ ഇൻസൾട്ടുകളിൽ നിന്ന് നമുക്കൊന്നും ആവാൻ പറ്റുന്നില്ല. ഇതിൽ വേറൊരു കാര്യമുണ്ട്, അതായത് നമുക്ക് കംഫർട്ട് സ്പേസിലാണ് വിചാരിക്കുക, നമുക്ക് വേറെ പുതിയതായിട്ടൊന്നും ചിന്തിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ പെട്ടെന്ന് പ്രായം വരുന്നു പറയും. ബ്രെയിൻ ഒരു സ്ഥലത്ത് മാത്രം സ്ഥിരം ചെയ്തോണ്ടിരിക്കുന്ന സാധനം വെറുതെ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ബ്രെയിന് പിന്നെ വളർച്ചയില്ലാണ്ടാവും. ശരിയാണ്, മനസ്സിലായ? അങ്ങനെയൊക്കെ ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ട്. റിച്ച് ഡാഡി പുവർ ഡാഡി ബുക്ക്
ഞാൻ വായിച്ചില്ല കൈസ്, അത് വായിക്കണം. എന്തായാലും അടിപൊളി ബുക്കാണ്. അതെ. ഞാനൊരു ബിസിനസ്സുകാരനെ ഇപ്പൊ എന്ത് ചെയ്യാൻ സമയമില്ല അതിനൊന്നും. എന്ത് ചെയ്യാൻ, നീയൊക്കെ ഫ്രീ അല്ലടാ. ശരിടാ, ഞാൻ 3 കൊല്ലം കഷ്ടപ്പെട്ട് പണിയെടുക്കുകയും കഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ എല്ലാവരോടും പറയണത്, നമ്മള് ഫ്രീ കിട്ടുന്നതിന്റെ ഒന്ന് സാറ് പൈസ ആയിട്ട് പിന്നാലെ പോവാതെ തിങ്ക് ബിഗർ. അതെ, വലിയ വലിയ ചിന്തകളിലേക്കാണ് നമ്മൾ എപ്പോഴും പോകേണ്ടത്. ചിന്തിക്കേണ്ടത്. റേഷൻ കട അങ്ങനെ മൊത്തത്തിൽ തളർത്തി കളയണമെന്നൊന്നും ഞാൻ പറയില്ല. കുറെ പേരെ നാട്ടിൽ പിടിച്ചു നിർത്തണതും നമ്മളതിനെ കുറച്ചും കൂടിയും ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാലാണ് നമുക്ക് നന്നായി ചിന്തിക്കാൻ പറ്റുന്നതും നന്നായിട്ട് ഇതാക്കാൻ പറ്റുന്നതും. സംഭവം ശരിക്കാണ്. എന്നാലും അപ്പൊ ഇല്ലാത്ത ആൾക്കാർക്ക്, ഉള്ള ആൾക്കാർക്ക് ഇത് പറയാൻ ഭയങ്കര എളുപ്പമെന്ന് പറയും. അതെ, ഇല്ലാത്തവർക്കാണല്ലോ അതിന്റെ കഷ്ടപ്പാട് ഇത് മനസ്സിലാവുള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞാലും ഞാൻ റേഷൻ കടയിൽ റേഷൻ വാങ്ങാറുണ്ട്. പിന്നെ നാളെ മുതൽ റേഷൻ കടയിൽ നിന്ന് സാധനം കിട്ടാണ്ട് വരും, ഉറപ്പാണ്. ചേട്ടാ ചോദിച്ചാലും നിനക്ക് റേഷൻ ഇല്ല. ഇത് ഈ റേഷൻ കടയില് നീ പറഞ്ഞില്ലേ ഇപ്പൊ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കണം എന്ന് പറയുന്നത്, ഈ APL കാർഡിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ BPL കാർഡിലുള്ള ആൾക്കാരാണ് റേഷൻ കാർഡിൽ സാധനങ്ങൾ കൂടുതൽ അടിക്കണേ. മാത്രം ഞാൻ കണ്ടിട്ടെ, പണ്ട് ഈ റേഷൻ വാങ്ങിച്ചിരുന്നത് കോഴിക്ക് കൊടുക്കാനും പ്രാവിന് കൊടുക്കാനാണ്. ഇപ്പോഴും ഈ വലിയ വലിയ ആൾക്കാർ മേടിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പണ്ട് മണ്ണുണ്ടയ്ക്ക് വേണ്ടി ആൾക്കാർ പോയിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടില് കോഴിയില്ല കൈസ്, ഒരു വീട്ടിലും കോഴിയില്ല. ഒരു കോഴി വിട്ടിരിക്കണ്ട കൈസ്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ കോഴിയൊന്നുമില്ല, ഒരു വീട്ടിലും കോഴിയില്ല, ഒരു വീട്ടിലും പശു ഇല്ല. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരിടത്തും കോഴിനെ വളർത്തുന്നില്ല, പട്ടിശല്യം കാരണം കോഴി വളർത്തുന്നില്ല. പിന്നെ പശുവിനാണെങ്കിലും ആരും മാത്രം നമ്മുടെ ഭാഗത്തില്ല. അപ്പൊ അത് കാരണം ഇപ്പൊ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരി ഒക്കെ എന്താ ചെയ്യുന്നത്, റേഷൻ കടയിൽ നിന്ന് പച്ചരി വാങ്ങുന്ന ആൾക്കാരുണ്ട്, പച്ചരി നല്ല ഇപ്പൊ കൊറേയൊക്കെ നല്ല ഗോതമ്പ് ആട്ട മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നല്ല എന്തുകൊണ്ടല്ലേ കൊടുക്കണം, കുറച്ചൊക്കെ നല്ല സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നല്ല കാര്യമാണ്. പറഞ്ഞത്രേ നമ്മുടെ ചിന്താഗതി പക്ഷെ അവിടെ ചെറുതായി പോവാണ്. നമ്മള് നമ്മുടെ ഒരു ചെറിയൊരു ലോകത്തിലേക്ക് ചുരുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മള് ഇപ്പൊ ഒരു നേരത്തെ ഫുഡ് നമുക്ക് കിട്ടിയില്ലെങ്കിലാണ് നാളെ ഒരു നേരത്തെ ഫുഡ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നമ്മൾ ചിന്തിക്കുള്ളൂ. അതും ഒരു ഇപ്പൊ കൊറേ പേര് ഒരു ചെറിയ രീതിയിൽ ജീവിച്ചു പോകണമെന്ന് പറയാം. കൊറേയൊക്കെ എടുത്തു വെച്ച് പൈസ ഒക്കെ കിട്ടണതൊക്കെ സേവ് ചെയ്തിട്ട് അവര് ഉള്ള ഏറ്റവും കുറഞ്ഞ രീതിയിൽ ജീവിച്ചു പോകുന്നു. അപ്പൊ അവർക്ക് ഒരു ദിവസം 100 രൂപ ചെലവ് വരുന്നുണ്ടെങ്കിൽ നാളെ അവൻ 100-150 രൂപ ചെയ്യാനാണ് അവർ ട്രൈ ചെയ്യുള്ളൂ. ആ ഒരു മൈൻഡിന്റെ ആണത്. നമുക്ക് നാളെ ഒരു ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, ഷൂസുകൾ, കാറുണ്ട്, പെട്രോൾ അടിക്കണം, അത് ഇതൊക്കെ ചെയ്യണം. നമുക്കൊരു ദിവസം തന്നെ ഒരു 5000 രൂപ ഒക്കെ ചെലവ് വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു ദിവസം 5000-ന് മേലെ ഏൺ ചെയ്യാനാണ് ശ്രമിക്കുക. അത് ആ ഒരു ചിന്താഗതി, അത് മറ്റേ ചിന്താഗതി പറഞ്ഞ പോലെ, അതായത് 5000 കിട്ടി തുടങ്ങുമ്പോഴാണ് നമുക്ക് 10000 ഭയങ്കര എളുപ്പം തോന്നുന്നത്. 10000 കിട്ടുമ്പോഴാണ് നമുക്ക് അടുത്ത 50000 ഭയങ്കര അടുത്തായി തോന്നുന്നത് എന്നുള്ള സ്കീം. അല്ലാണ്ട് ഇപ്പൊ 1000-ൽ മാത്രം ഒതുങ്ങി കൂടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1000-ൽ തന്നെ ഇരുന്ന് പോവും. ആരും കുറ്റപ്പെടുത്താൻ വേണ്ടിട്ടൊന്നും പറയണ്ടത് നല്ല തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നിയൊരു പോയിന്റ്, ഒരു ടോപ്പിക് നമ്മൾ സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണെങ്കിലും അതിനെ പറ്റി സംസാരിക്കാം. ഞാൻ റേഷൻ കടേനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടിങ് റേഷൻ കട. നീ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ ഒറ്റയ്ക്കാണ്. എന്റെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ ഗൈസ്? ഇവരല്ലേ നേരത്തെ കുറ്റം പറഞ്ഞു, നമ്മളെ നേരത്തെ എന്നെ കുറ്റം പറഞ്ഞോ. ഇപ്പൊ എന്റെ ഭാഗത്തേക്ക്, എന്റെ ഭാഗത്ത് കൊണ്ടുവരാൻ ഒരാള് കിടന്നുറങ്ങാണ്. ഹരിയുടെ ഓർമ്മയില് റേഷൻ കട ഓർമ്മകൾ ഉണ്ടെങ്കിൽ പറഞ്ഞേ. റേഷൻ കടയിൽ ഞാൻ പണ്ട് അച്ഛൻ ഗൾഫിലായിരുന്ന സമയത്ത് എന്നെ സ്ഥിരം റേഷൻ കടയിൽ കിട്ടിയിട്ടുള്ളത്. അന്ന് വീട്ടിൽ കുറെ കോഴികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കോഴികൾക്ക് കൊടുക്കാൻ പൊട്ടാരി, കോഴികൾക്ക് കൊടുക്കാണ്ടാവും നല്ല അരി, നമ്മള് പുട്ടുപൊടി ഉണ്ടാക്കാനും കാര്യങ്ങൾക്ക് ഗോതമ്പ്. അന്ന് ഞാൻ കുറെ പ്രായം വളർത്തിരുന്നു. അപ്പൊ ഞാൻ ചെല്ലുന്ന സൈഡിൽ ചേട്ടാ അടിച്ചു കൂട്ടിയ ഗോതമ്പ് ഉണ്ടോ, അരി ഉണ്ടോ, അല്ലെങ്കിൽ വില കൂടുതലിന് ചിലപ്പോ നമ്മൾ കുറച്ച് പൈസ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഗോതമ്പ് കിട്ടും. ഇത് ഒരു എക്സ്ട്രാ വരുന്ന സാധനങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഞാൻ പോയിരുന്നു. അന്ന് നമ്മുടെ അവിടെ അടുത്തൊരു
റേഷൻ കട ഉണ്ടായി ഇല്ലടാ കഴിച്ച ആള് വരെ കൂടെ എന്താ എന്റെ ഒരു ഓർമ്മ പണ്ട് ഞാൻ റേഷൻ കടയിൽ ഞാൻ പോകാറില്ല. അച്ഛനെ അല്ലെങ്കിൽ ആരെങ്കിലും പോകണ്ടെങ്കിൽ റേഷൻ കടയിൽ പോകാറുള്ളൂ. ഞാൻ എത്രയും ഒരു 4ലോ 5ലോ ഒക്കെ ആയിരിക്കും. അന്ന് തറവാട്ടില് അമ്മായി ഉണ്ട്. അപ്പൊ അമ്മായി എന്നോട് പറഞ്ഞു റേഷൻ കടയിലേക്ക് ഒന്ന് പോകണം. അന്ന് സൈക്കിളുണ്ട്. റേഷൻ കടയിൽ പോകണം എന്ന് പറഞ്ഞു. എനിക്ക് റേഷൻ കടയിൽ പോയിട്ട് റേഷൻ കാർഡ് കൊടുക്കണമെന്നോ ഇതൊന്നും അറിയില്ല. അന്ന് റേഷൻ കട പറഞ്ഞപ്പോഴാ ഇപ്പൊ മറ്റേ ഡിജിറ്റലാണ്. എനിക്ക് പൈസ തന്നു. എനിക്ക് പൈസ തന്നിട്ട് സഞ്ചി തന്നു. ഞാൻ അതുകൊണ്ട് റേഷൻ കടയിൽ പോയി കാർഡ് തന്നിട്ട് അമ്മായിക്ക് ഓർമ്മ ഉണ്ടായില്ല, എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. ഞാൻ അവിടെ പോയിട്ട് ചേട്ടാ അരി വേണമെന്ന് പറഞ്ഞു. അരി പറഞ്ഞു ചേച്ചി പറഞ്ഞു. അതെന്റെ അമ്മായി കാടവിടെ കാണാ എന്ത് കാട് മോനെ റേഷൻ കാർഡ് വേണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചമ്മിട്ട് വീണ്ടും തിരിച്ചു പോയി. അമ്മായി അവിടെ റേഷൻ കാർഡല്ലേ. അങ്ങനെയായിരുന്നു എന്റെ ആദ്യത്തെ റേഷൻ കടയിലേക്കുള്ള അനുഭവം. പിന്നെ നമുക്ക് എനിക്ക് പക്ഷെ ഓർമ്മ കേട്ടോ, പണ്ട് 5 കിലോ അരിയൊക്കെ അതിരുന്നുണ്ട്. 5 കിലോ അരി, 5 കിലോ 4 കിലോ ഗോതമ്പ് അങ്ങനെയൊക്കെയാണ് കിട്ടുക. അപ്പൊ ഞാനന്ന് എനിക്ക് തോന്നുന്നു 5ലോ 6ലോ 7ലോ ഒക്കെ പഠിക്കണ ഒരു സമയം. എന്നിട്ട് ഞാൻ വലിയ മാസം കാണിക്കാൻ വേണ്ടിട്ട് 10 കിലോ അരിയും 5 കിലോ അരിയും 4 കിലോ ഗോതമ്പൊക്കെ ഒരുമിച്ച് സഞ്ചിയിലിട്ട് കുറച്ചേരം നടക്കും. വൈറ്റ് കൂടുതലുള്ള കൈവേദന എടുക്കും, നിലത്തേക്കും മാറ്റി പിടിക്കും. എന്നിട്ട് പിന്നീട് വീട് വരെ എത്തും. അതെ, അപ്പൊ വീട്ടിൽ നിന്ന് ഞാനിവിടെ അമ്പലത്തിന്റെ അവിടെ നിന്ന് നടന്നു വരുമ്പോ അമ്മ വീട്ടിലെ കുറച്ച് അകലം എന്നെ കാണാം നടന്നു വരുന്നത്. മോൻ കഷ്ടപ്പെട്ട് അരിയും ചാക്കും ചുമന്ന് വരുന്നു. അമ്മ ഓടി വരും, ഒരു സഞ്ചി വാങ്ങി വെച്ച്. നീ റേഷൻ കട പോയിട്ടുണ്ടോ? അറിയാവുന്നത് ഞാന് വലിയ ഇത് മാസം അടിക്കാൻ വേണ്ടി സൈക്കിളുമ്മ ഒരു 5 കിലോ അരി ഇങ്ങനെ 2 കവറിലാക്കിട്ട് ഇങ്ങനെ ബാക്കിലും ഫ്രണ്ടിലും വെച്ചു. എന്നിട്ട് സൈക്കിള് ചവിട്ടി. അപ്പൊ ഇപ്പുറത്തെ സൈഡില് അതല്ല, മാമന്റെ അവിടെ, എന്റെ അമ്മയുടെ വീട്. എന്നിട്ട് അവിടെ ഒരു തോടുണ്ട്. അവിടെ ഇങ്ങനെ പോകുമ്പോ വലിയ ഷോ കാണിച്ചിട്ട് അപ്പുറത്തെ വീട്ടിലുള്ള കുറച്ച് പിള്ളേരുണ്ട്. അപ്പൊ അന്ന് മൊത്തം എനിക്ക് കോഴിത്തരായ കാരണം അവര് നോക്കി. എന്നിട്ട് അന്ന് അങ്ങോട്ട് നോക്കി എന്താ പറയുക, എന്തൊക്കെയോ ഒരു ഷോക്ക് കാണിങ്ങനെ പോവാട്ടാ. ഇപ്പുറത്തെ ഒരു കാന പോലെ ഉണ്ട്. സൈക്കിളും അതിക്ക് വീണു, അരിയും വീണു. എന്നിട്ട് അവിടെ ചെന്നപ്പോ അമ്മമാരെയും ചീത്ത കിട്ടും. അല്ല എനിക്ക് ചോദിക്കാനുള്ളത്, കോഴിത്തരം എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അവിടെ ആരെയാണ് കണ്ടത്? അത് എന്റെ വീടിന് അവിടെ അപ്പുറത്തുള്ള ഒരു കുട്ടീനെ. ലവ്വറൊന്നല്ല, എപ്പോഴും ആരെ കണ്ടാലും വായ നോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പൊ സൈക്കിൾ അതേപോലെ പിള്ളേരൊക്കെ നീ എത്രല്ല? 7 നീ എത്ര? നിനക്ക് ലവറില്ലടാ? ഓക്കെ ഓക്കെ. ഇവന്റെ ലവറുണ്ടോ അല്ല ഇല്ല എന്നേ പറയുള്ളൂ. അതെ, ഓക്കെ. നിന്റെ ക്ലാസ്സിൽ ആർക്കെല്ലാം കണ്ട 4ാം ക്ലാസ്സിലുള്ള എന്റെ ക്ലാസ്സിലെ 8 വർഷമായിട്ട് എന്റെ ക്ലാസ്സിലെ 8 വർഷമായിട്ട് 8 വർഷമായിട്ട് നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 12 കേൾക്കുന്നുണ്ട്. 8 കൊല്ലം എന്ന് പറയുമ്പോ 4 വയസ്സില്ല. 3ാം ക്ലാസ് തൊട്ട് അവളും അവനും എന്താ പറയാ അല്ല LKG UKG അത് വേറൊരു കുട്ടീനെയാ. ഇത് നീ പറയുമ്പോ എനിക്ക് 12 വയസ്സായിട്ടുള്ളൂ. നിന്റെ ക്ലാസ്സിലുള്ള കുട്ടി എന്ന് പറയുമ്പോ 8 വർഷം എനിക്ക് പോയെങ്കിൽ എത്ര? 4 വയസ്സാ. LKG UKG അങ്ങനെ. എന്നിട്ട് ഇപ്പൊ അവരുടെ വീട്ടുകാരും സപ്പോർട്ടാ. ആ വീട്ടുകാര് അവളുടെ വീട്ടിലുള്ളവര് ഫോൺ മേടിച്ചോണ്ട് അവന്റെ വീട്ടിലുള്ളവര് ഇതൊരു സുഖമില്ല കേട്ടോ. എനിക്ക് എത്ര വയസ്സായി? എനിക്ക് 22. കുറഞ്ഞു പോയി. 23. ഈ കാലയളവിൽ നിനക്ക് എത്ര പേര് ഇങ്ങനെ വന്നു? അത് നമുക്കാരും വന്നില്ല. ജനിച്ചാൽ ജനിച്ചാ മതിയായിരുന്നു. അതെ,
ജൻസി കഥകൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇനി കഥകൾ വരും. ഒരാളും കൂടി ഉണ്ട് നമ്മുടെ ഒരാളും കൂടി നമ്മുടെ ചാനലിലേക്ക് ഒരു അതിഥി കാണാറുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ എന്തായാലും നമ്മുടെ സുര, ഇവരുടെ പേരാണ് സുര. സുര വരും. സുര പയ്യന്നൂർ സുര. നാളെ വൻ ടീമാണ്. നാളെ യൂട്യൂബിൽ വരൂ. ഹായ് ഒരു ഹായ് കൊടുക്കും. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഹായ്. ഹായ് പറഞ്ഞോ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ ഇപ്പൊ എടുത്തിട്ടൊരു ടോപ്പിക് ആയിരുന്നു. ഇനി ഇങ്ങനത്തെ ഓരോ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ നമ്മൾ അതിനനുസരിച്ച് പുതിയ ടോപ്പിക്കുകൾ ഇടും. അതിനെ കുറിച്ച് വെറുതെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും. ഇങ്ങനെ വളവളകായിട്ട് സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാം. അതെ, എന്നിട്ട് ഞങ്ങളുടെ കൂടെ കൂടാം. അപ്പോ വീണ്ടും ഞങ്ങൾ ഇതുപോലെ ആവശ്യമില്ലാത്ത ഒരു ടോപ്പിക്കും കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിങ്ങളുടെ സമയം വെറുതെ ചെലവാക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു. ബൈ.